ഒരു പ്രശ്നം ഉണ്ടാവുകയാണ്. മോസ്റ്റ്ലി ഒരു പുതിയ മോൺസ്റ്റർ വരുന്നതായിരിക്കും. കിങ് കോങ് വരുന്നു, ഗോഡ്സില്ല വരുന്നു, പൊരിഞ്ഞ യുദ്ധം തന്നെ നടക്കുന്നു. അവസാനം കോങ്ങിനെ എന്തായാലും കൊല്ലാൻ പറ്റില്ല. ഗോഡ്സില്ലയ്ക്ക് എല്ലാം കഴിഞ്ഞ് കടലിൽ പോയേ പറ്റൂ. ഇതിൽ നിന്ന് എന്തെങ്കിലും ഒരു മാറ്റം ഉണ്ടോ? ഫാൻസ് ക്ഷമിക്കണം, നമുക്ക് സംസാരിക്കാനുള്ളത് ഗോഡ്സില്ല വേഴ്സസ് കോങ് ദി ന്യൂ എംപയർ എന്ന സിനിമയെക്കുറിച്ചാണ്. അതിനു മുമ്പ് ഈസ്റ്ററൊക്കെയല്ലേ വരുന്ന നമ്മുടെ ഒരു നല്ല ശീലത്തിനെ ഉയർത്തെഴുന്നേൽപ്പിക്കാനുള്ള ഒരു ശ്രമം നടത്തി നോക്കിയാലോ? വായനാശീലത്തിനെ കുറിച്ചാണ് പറയുന്നത്. മലയാളത്തിൽ നല്ല എണ്ണം പറഞ്ഞ ക്ലാസിക്സ് ഉണ്ട്. പക്ഷെ എന്താ ചെയ്യുക, നമുക്ക് ഒരു പുസ്തകം എടുത്ത് വായനയ്ക്ക് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യാൻ ചിലപ്പോൾ സമയം ഉണ്ടായില്ല എന്ന് വരും. അങ്ങനെ വരുമ്പോൾ നമുക്ക് വേണ്ടി ഒരാൾ അത് വായിച്ചു തരികയാണെങ്കിൽ, അതും നല്ല മ്യൂസിക്കൊക്കെ ചേർത്ത് സിനിമാറ്റിക് എഫക്റ്റിൽ നമ്മുടെ മുന്നിൽ അവതരിപ്പിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കാതുകൾക്കത് എത്ര സുഖകരമായിരിക്കും. അതുപോലെ നമ്മുടെ മറ്റെല്ലാ പരിപാടിയും നടക്കും. പിന്നെ നമ്മുടെ ഇഷ്ടത്തിന് സ്പീഡ് കൂട്ടിയും കുറച്ചും ഒക്കെ കേൾക്കാൻ പറ്റും. അതും ഫ്രീ ആയിട്ട് ട്രൈ ചെയ്ത് നോക്കിയിട്ട് സബ്സ്ക്രിപ്ഷൻ എടുത്താൽ മതി. പറഞ്ഞു വരുന്നത് കുക്കു എഫ് എമ്മിനെ കുറിച്ചാണ്. പെരുമ്പടവത്തിൻ്റെ എല്ലാവരും വാഴ്ത്തുന്ന ഒരു സങ്കീർത്തനം പോലെ എന്ന ക്ലാസിക്. ഒരുപാട് വിമർശനങ്ങൾ ഉണ്ടാവുമ്പോഴും ആസ്വാദകരുടെ ഏറെ പ്രിയപ്പെട്ട എസ് ഹരീഷിന്റെ മീശ, KR മീരയുടെ ആരാച്ചാർ, M മുകുന്ദന്റെ മയ്യഴിപ്പുഴയുടെ തീരങ്ങളിൽ, പിന്നെ ഇപ്പോൾ ആടുജീവിതമൊക്കെ റിലീസായതിനു ശേഷം ഏറ്റവും അധികം ആളുകൾ ചർച്ച ചെയ്യുന്ന, അതിന് മുമ്പും ഒരുപാട് ചർച്ച ചെയ്യപ്പെട്ടിട്ടുള്ള പ്രിയപ്പെട്ട ബഹുമാനപ്പെട്ട ബെന്യാമിൻ്റെ മഞ്ഞവെയിൽ മരണങ്ങൾ. അങ്ങനെ എത്ര ഗംഭീര പുസ്തകങ്ങളാണ് കുക്കു എഫ് എമ്മിൽ അവൈലബിൾ ആയിട്ടുള്ളതെന്നറിയോ? ഇതൊക്കെ 7 ദിവസത്തേക്ക് നമുക്ക് ഫ്രീ ആയിട്ട് ട്രൈ ചെയ്യാം അവരുടെ 7 ഡേ ഫ്രീ ട്രയലിലൂടെ. അതും പ്രീമിയം ഫീച്ചേഴ്സ് എല്ലാം 7 ദിവസത്തേക്ക് അവൈലബിൾ ആണ്. ചെയ്യേണ്ടത് എത്രയേ ഉള്ളൂ, ഡിസ്ക്രിപ്ഷനിൽ ഒരു ലിങ്ക് ഉണ്ട്, ക്ലിക്ക് ചെയ്യുക, കുക്കു എഫ് എം ഡൗൺലോഡ് ചെയ്യുക. അതേ ലിങ്ക് തന്നെ ഞാൻ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്ത് വെക്കുന്നുണ്ട്, അത് ക്ലിക്ക് ചെയ്തിട്ടും കുക്കു എഫ് എം ഡൗൺലോഡ് ചെയ്യാം. 7 ദിവസത്തേക്ക് പ്രീമിയം ഫീച്ചേഴ്സ് എൻജോയ് ചെയ്യുക. എന്നിട്ട് സബ്സ്ക്രിപ്ഷൻ എടുക്കുകയാണെങ്കിൽ ഉണ്ണി50 എന്ന കൂപ്പൺ കോഡ് അപ്ലൈ ചെയ്യുക, 50% ഡിസ്കൗണ്ട് സ്വന്തമാക്കുക. സോ കുക്കു എഫ് എം ഡൗൺലോഡ് ചെയ്യൂ, നന്നായി നേരം കളയൂ, മേക്ക് എവറി മിനിറ്റ് മാറ്റർ. നമ്മൾ ഗോഡ്സില്ല വേഴ്സസ് കിങ് കോങ് ദി ന്യൂ എംപയറിലേക്ക് വരുമ്പോൾ സിനിമയുടെ ഏറ്റവും വലിയ പോസിറ്റീവ്, നമ്മളെല്ലാവരും കാത്തിരിക്കുന്ന കാര്യം, ട്രെയിലറിൽ തന്നെ നമുക്ക് ഉറപ്പ് തന്നിട്ടുള്ളൊരു കാര്യം, മനോഹരമായിട്ടുള്ള VFX ആണ്. അത് അത്യാവശ്യം ഗംഭീരമായിട്ട് തന്നെ ഡെലിവർ ചെയ്തിട്ടുണ്ടെന്നാണ് എനിക്ക് ഫീൽ ചെയ്തത്. പക്ഷേ ഞാനിത് IMAX-ൽ കാണണമായിരുന്നു എന്ന് എനിക്ക് തോന്നി. IMAX-ന് വേണ്ടി ഫോർമാറ്റ് ചെയ്യപ്പെട്ടിട്ടുള്ള ഒരു സിനിമയാണ്, സാധിച്ചില്ല. അതേപോലെ കിങ് കോങ് ഗോഡ്സില്ല ഫാൻസിന് സന്തോഷിക്കാനുള്ള മൊമെൻറ്റ്സ് ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായും ഉണ്ട്. അവർക്ക് കൈയടിക്കാനും കൂവി വിളിച്ച് ആർത്ത് ശബ്ദം ഉണ്ടാക്കാനൊക്കെ തിയേറ്ററിൽ നല്ല ആവേശോജ്വലമായിട്ട് തന്നെയാണ് ഫാൻസ് ഓരോ രംഗങ്ങളും എതിരേറ്റിട്ടുണ്ടായിരുന്നത്. പക്ഷേ എനിക്ക് അതിൽ ഫീൽ ചെയ്തൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവർ രണ്ടുപേരും കഴിഞ്ഞ സിനിമയിൽ ഒരുമിക്കുന്നു എന്നുള്ള ധാരണയൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ ഒരു പൊതുവില്ലൻ ഉണ്ടാവണം. ഈ പൊതുവില്ലൻ അത്രയും സ്ട്രോങ് ആയിരിക്കണ്ടേ. പക്ഷേ ഈ സിനിമയിൽ വില്ലൻ വളരെ വീക്കായതുപോലെയാണ് എനിക്ക് ഫീൽ ചെയ്തത്. പുള്ളിയുടെ കയ്യിലുള്ള കാര്യങ്ങൾ, ഇതിനെക്കുറിച്ചൊക്കെ ഓൾറെഡി ചിലപ്പം ഡിസ്കഷൻസ് വന്നിട്ടുണ്ടാവും. ഞാൻ സ്പോയിലർ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് അതിലേക്ക് അധികം കടക്കുന്നില്ല എന്നേ ഉള്ളൂ. വില്ലൻ എന്നെ സംബന്ധിച്ച് വളരെ വീക്കായിട്ടാണ് ഫീൽ ചെയ്തത്. പുള്ളി എന്താണ് ആരാണ് എന്നുള്ള സ്റ്റോറി പറഞ്ഞപ്പോൾ കിട്ടിയ ഒരു ഫീലൊന്നും ആളെ നേരിട്ട് കാണിക്കുമ്പോഴോ അയാളുടെ ഫൈറ്റിലോ നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റുന്നുണ്ടായില്ല. കയ്യിലിരിക്കുന്ന ഒരു ആയുധത്തിൻ്റെ മാത്രം ബലത്തിലാണ് പുള്ളിയെ പേടിക്കേണ്ടത് എന്ന് പറഞ്ഞ പോലെ ആയിപ്പോയി. പിന്നെ എനിക്കൊരു കുറവായിട്ട് തോന്നിയൊരു കാര്യം എന്ന് വെച്ചാൽ, ഗോഡ്സില്ലയെ കുറിച്ച് പറയുമ്പോഴും കിങ് കോങ്ങിനെ കുറിച്ച് പറയുമ്പോഴും നമ്മൾ ഈ മാനവരാശിയുടെ രക്ഷകരായി തന്നെ കുറച്ച് ഡാമേജൊക്കെ ഉണ്ടാക്കുമെങ്കിലും നമുക്ക് ഉപകാരപ്പെടുന്ന രീതിയിലൊക്കെയാണല്ലോ മുന്നോട്ട് പോകേണ്ടത്. പക്ഷേ ഈ സിനിമയിൽ മിനിമം ഒരു പാൻഡമിക്കിൽ തീർന്നു പോകുന്ന അത്രയും ആൾക്കാരും മരിച്ചിട്ടുണ്ടാവും എന്നാണ് എനിക്ക് ഫീൽ ചെയ്തത്. അതും ഗോഡ്സില്ലയുടെയും കിങ് കോങ്ങിൻ്റെയൊക്കെ ജസ്റ്റ് അറൈവലിലും ഒക്കെ തന്നെ സംഭവിച്ചിട്ടുണ്ടാവാൻ സാധ്യതയുള്ള രീതിയിൽ അവതരിപ്പിക്കുന്നുണ്ടായിരുന്നു. എനിക്ക് അത്രയും കൊളാറ്ററൽ ഡാമേജ് അറിയില്ല. അതുപോലെ സൗണ്ട് പരിപാടികളൊക്കെ വളരെ നൈസായിരുന്നു. തിയേറ്ററിൽ നല്ല സൗണ്ട് സ്റ്റോക്കുള്ള ഒരു തിയേറ്ററിൽ തന്നെ കാണാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. എനിക്കറിയാം ഈ സിനിമയുടെ ഈ ഫ്രാഞ്ചൈസിയുടെ ഫാൻസ് ആയിട്ടുള്ള ആളുകളെല്ലാവരും ഏറ്റവും നല്ല സ്ക്രീനുകൾ തന്നെയായിരിക്കും ഈ സിനിമയ്ക്ക് വേണ്ടിയിട്ട് ചൂസ് ചെയ്യുക. ഇനി കഥയിലേക്ക് വരുമ്പോൾ, കഥയുടെ ഓരോ ഘട്ടങ്ങളിലേക്ക് വരുമ്പോൾ എനിക്കങ്ങനെ സ്പെഷ്യലായിട്ടൊന്നും ഫീൽ ചെയ്തില്ല. അതിൽ തന്നെ ബഹുഭൂരിപക്ഷം കാര്യങ്ങളും വളരെ പ്രെഡിക്റ്റബിൾ ആയിട്ടാണ് തോന്നിയത്. ഇതിങ്ങനെയായിരിക്കും, ഇങ്ങനെ വരുമ്പോൾ ഇങ്ങനെ സംഭവിക്കും, അവസാനം ഇങ്ങനെയായിരിക്കും. ഇനി അതിനേക്കാളൊക്കെ സങ്കടകരമായൊരു കാര്യം എനിക്ക് ഫീൽ ചെയ്തത് എന്താണെന്ന് വെച്ചാൽ, ആക്ഷൻ രംഗങ്ങളിൽ പലതും വളരെ പ്രിഡിക്റ്റബിൾ ആയിരുന്നു. ഇതിനു മുമ്പ് എത്രയോ സിനിമകളിൽ കണ്ടിട്ടുള്ള മറ്റേ ഹീറോയിക് സ്ലോ മോഷൻ പരിപാടികളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഇതിനു മുമ്പ് എത്രയോ സിനിമകളിൽ ആവർത്തിച്ചൊക്കെ വന്നിട്ടുള്ള ഷോട്ടുകളാണെന്ന് എനിക്ക് തോന്നി. അതുപോലെ പല സിനിമകളെയും ഓർമ്മിപ്പിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഓരോ സീനുകൾ കാണിക്കുമ്പോഴാണെങ്കിലും ചില എക്സ്പ്രഷൻസ്, ഞാൻ ഈ നേരത്തെ പറഞ്ഞ പോലെ സ്പോയിലർ എലമെൻറ്റിലേക്ക് കടക്കുന്നില്ല, ചില എക്സ്പ്രഷൻസിലാണെങ്കിലും ഈ വില്ലൻ റിലേറ്റഡ് കുറേ കാര്യങ്ങളൊക്കെ ആണെങ്കിലും ഒരുപാട് റെഫറൻസ് എന്നല്ല, ഭയങ്കരമായിട്ട് നമ്മളെ ഓർമ്മിപ്പിച്ചുകൊണ്ടിരിക്കും പല സിനിമകളും. എന്നെ സംബന്ധിച്ച് ഈ ന്യൂ എംപയർ എന്നൊക്കെ പറയുമ്പോൾ ഒരു പുതിയ സംഭവം ഉദയം ചെയ്ത് വരുന്നതിൻ്റെ അങ്ങനത്തെ ഒരു ഫീലും ആ ഒരു വൈബൊക്കെ കിട്ടണമല്ലോ. അങ്ങനെ എനിക്ക് എക്സൈറ്റിംഗ് ആയിട്ട്
ഒന്നും തന്നെ ഫീൽ ചെയ്തില്ല. ഒരു പുതുമയുള്ളത്, വളരെ എക്സൈറ്റിംഗ് ആയിട്ടുള്ളത് എന്നൊന്നും ഫീൽ ചെയ്തില്ല. എന്നാൽ അതേസമയം നമ്മുടെ കോങ്ങിൻ്റെയും ഗോഡ്സില്ലയുടെ ഒക്കെ കുറേ നല്ല മൊമെൻറ്റ്സ് ഉണ്ടായിരുന്നു. എന്ന് വെച്ചാൽ അവരുടെ ഈ അടി കൊണ്ടിട്ട് വീണിട്ടും വെടിയിട്ട് വരുന്ന സാധനങ്ങൾ എന്നൊക്കെ പറയുന്ന പോലത്തെ ആ ഐറ്റംസ് ഒക്കെ ഉണ്ടല്ലോ. അതുപോലെ ഗോഡ്സില്ല ഫുൾ പവറിൽ വന്ന് നിൽക്കുമ്പോഴുള്ള അങ്ങനത്തെ കുറച്ച് സാധനങ്ങൾ നമ്മുടെ ഉള്ളിലുണ്ടാക്കുന്ന ഒരു ഫീല്, അത്തരം കുറച്ച് ഫീലുകൾ ഉള്ള മൊമെൻറ്റ്സ് മാറ്റി നിർത്തി കഴിഞ്ഞാൽ ഒരു വൺ ടൈം വാച്ചബിൾ ആവറേജ് അനുഭവം, അല്ലെങ്കിൽ കണ്ടിട്ട് ജസ്റ്റ് മറക്കാൻ, ഇതിലെ ഈ കഥാപാത്രം പുതിയ സംഭവങ്ങൾ എന്തൊക്കെയാണ് എന്നൊന്നും അറിയുക എന്നുള്ളതിനപ്പുറത്തേക്ക് ജസ്റ്റ് കണ്ടു മറക്കാവുന്ന ഒരു സിനിമാനുഭവം എന്ന് മാത്രമാണ് എനിക്കിതിനെക്കുറിച്ച് ഫീൽ ചെയ്തത്. പക്ഷേ അതെൻ്റെ മാത്രം അഭിപ്രായമായിരിക്കും. ചിലപ്പോൾ ഇതിനെക്കുറിച്ച് കൂടുതൽ ഇൻഡെപ്ത് അറിയാവുന്ന ക്യാരക്ടേഴ്സിനെ, മോൺസ്റ്റേഴ്സിനെ കുറിച്ചൊക്കെ കുത്തിയിരുന്ന് പഠിക്കുന്ന ആളുകളൊക്കെ ഉണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്ക് മറിച്ചൊരു അഭിപ്രായം ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അങ്ങനെ ഉണ്ടെങ്കിൽ അത് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കമൻറ്റ് ബോക്സും കൂടി കണ്ടിട്ട് സിനിമയ്ക്ക് പോകണോ വേണ്ടോ എന്ന് തീരുമാനിക്കുന്ന ആളുകൾക്ക് അതൊരു വലിയ സഹായമായിരിക്കും. അപ്പോൾ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക.